ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം അനന്തപത്മനാഭന്റെ മണ്ണായ തിരുവനന്തപുരം. ലക്ഷക്കണക്കിന് കോടികളുടെ സ്വർണവും രത്നങ്ങളും കണ്ടെടുത്ത ആ 5 നിലവറകൾ. പക്ഷേ ലോകം മുഴുവൻ ഇന്നും ഉറ്റുനോക്കുന്നത് 6ാമത്തെ നിലവറയിലേക്കാണ്. നിലവറ ബി. പാമ്പുകളുടെ കാവലുള്ള വാതിൽ. പൂക്കളോ കുറ്റികളോ സ്ക്രൂകളോ ഇല്ലാത്ത വിചിത്രമായ വാതിൽ. ഇത് തുറക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? പ്രളയം വരുമോ? അതോ വലിയൊരു ദുരന്തം കാത്തിരിക്കുന്നുണ്ടോ? ശാസ്ത്രവും വിശ്വാസവും തോറ്റുപോയ ആ രഹസ്യമെന്താണ്? നമസ്കാരം, ഞാൻ സർഗൻ. വെൽക്കം ടു സർഗ സ്റ്റോറീസ്. ഇന്ന് നമ്മൾ തേടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരത് കോണിലുള്ള ആ നിഗൂഢമായ നിലവറയുടെ കഥയാണ്. 2011 ആ ചരിത്രപരമായ സംഭവം നടക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്നു പരിശോധിക്കാൻ തീരുമാനിച്ചു. ACDEF. ഈ നിലവറകൾ തുറന്നപ്പോൾ ലോകം ഞെട്ടി. സ്വർണത്തിൽ തീർത്ത വിഗ്രഹങ്ങൾ, രത്നങ്ങൾ പതിച്ച കിരീടങ്ങൾ, നെപ്പോളിയന്റെ കാലത്തെ നാണയങ്ങൾ, അങ്ങനെ ഏകദേശം 1,00,000 കോടിയിലധികം രൂപയുടെ നിധി. പക്ഷേ ഉദ്യോഗസ്ഥർ നിലവറ ബിയുടെ മുൻപിലെത്തിയപ്പോൾ കഥ മാറി. മറ്റു വാതിലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാതിലിന്മേൽ 2 വലിയ രാജവെമ്പാലകളുടെ രൂപം കൊത്തിവെച്ചിരുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്, തുറക്കരുത് എന്ന നിശബ്ദമായ താക്കീത്. ഈ വാതിൽ തുറക്കാൻ പലതവണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്നു. എന്താണിതിൻ്റെ ഉള്ളിൽ? വെറും സ്വർണമാണോ? അതോ മനുഷ്യരാശിക്ക് താങ്ങാൻ കഴിയാത്ത മറ്റെന്തെങ്കിലുമോ? ഐതിഹ്യങ്ങൾ പറയുന്നത് ഈ നിലവറ പൂട്ടിയിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായ താക്കോലുകൾ കൊണ്ടല്ല, മറിച്ച് നാഗബന്ധം എന്ന അതീന്ദ്രിയമായ തന്ത്രം ഉപയോഗിച്ചാണ് എന്നാണ്. 16ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സിദ്ധന്മാരായ യോഗികൾ നാഗപാശം മന്ത്രങ്ങൾ ജപിച്ച് ഈ വാതിൽ ബന്ധിച്ചു. ഇത് തുറക്കണമെങ്കിൽ അത് പൂട്ടിയ അതേ ശക്തിയുള്ള ഗരുഡമന്ത്രം തെറ്റുകൂടാതെ ചൊല്ലാൻ കഴിയുന്ന ഒരു സിദ്ധൻ വരണം. ഗരുഡൻ പാമ്പിൻ്റെ ശത്രുവാണ്. ആ മന്ത്രശക്തിയാൽ മാത്രമേ നാഗബന്ധം അഴിക്കാൻ കഴിയൂ. പക്ഷേ ഇവിടെയാണ് പ്രശ്നം. ആ മന്ത്രം ചൊല്ലുന്നതിൽ ഒരു ചെറിയ പിഴവ് പറ്റിയാൽ മന്ത്രം ചൊല്ലുന്ന ആൾക്കും ആ ദേശത്തിനും വലിയ ആപത്ത് സംഭവിക്കും. ഇന്ന് അത്തരം സിദ്ധന്മാർ ജീവിച്ചിരിപ്പില്ല എന്നാണ് വിശ്വാസം. ഇനി ശാസ്ത്രീയമായ മറ്റൊരു വാദം കേൾക്കാം. ചില പഴയ രേഖകൾ പറയുന്നത് ഈ നിലവറയുടെ അടിയിൽ അറബിക്കടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു തുരങ്കമുണ്ടെന്നാണ്. ഒരു 1930 ഈ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഭയാനകമായ രീതിയിൽ കടലിൻ്റെ ഇരമ്പൽ കേട്ടുവെന്നും വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങിയെന്നും പറയും. മറ്റൊരു കഥയുള്ളത് 1908 അന്ന് വെള്ളക്കാരനായൊരു ഉദ്യോഗസ്ഥൻ ഇത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരക്കണക്കിന് പാമ്പുകൾ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട് അവരെ ഓടിച്ചു വിട്ടുവെന്ന് ട്രാവൻകൂർ ചരിത്രരേഖകളിൽ ചില സൂചനകളുണ്ട്. ഇതുകൊണ്ടാവാം ഇന്നും തിരുവിതാംകൂർ രാജകുടുംബം ഈ നിലവറ തുറക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നത്. അത് ദൈവത്തിൻ്റെ സ്വകാര്യമായ ഇടമാണ്. അവിടെ കൈകടത്തുന്നത് വിനാശത്തിനെ വഴിവയ്ക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നു. ശരിക്കും എന്താവാം അതിനുള്ളിൽ? അമൂല്യമായ നിധിയാണോ? അതോ പ്രളയത്തെ തടഞ്ഞു നിർത്തുന്ന ഏതെങ്കിലും സാങ്കേതിക വിദ്യയാണോ? അതോ സാക്ഷാൽ അനന്തപത്മനാഭന്റെ സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥലമാണോ? ഇത്തരം അത്ഭുതകരമായ കഥകൾ ഇനിയും കേൾക്കാൻ സർഗ സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.